السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട അതിമഹത്വമേറിയ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ ഭയക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ, നമ്മുടെ വിഷയങ്ങളിൽ ഏറെ പേടിക്കുന്ന ഒരു കാര്യമാണ് കണ്ണേർ. കണ്ണേർ തട്ടിയാൽ ഒരു മനുഷ്യന്റെ സൗന്ദര്യം നഷ്ടപ്പെടും, ബുദ്ധി നഷ്ടപ്പെടും, അദ്ദേഹത്തിലുള്ള എല്ലാ കഴിവുകൾ നഷ്ടപ്പെടാൻ കാരണമാണ് കണ്ണേറുന്നത്. അല്ല ഐനു ഹക്കുൻ, ഹബീബായ തങ്ങളാണ് പറഞ്ഞത്. കണ്ണേറുന്നത് സത്യമാണ്. അത് മനുഷ്യന് ഏറ്റാൽ അവന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ കാരണമാണ്. അപ്പോൾ കണ്ണേർ നമുക്ക് ബാധിക്കാതിരിക്കാൻ, അതേപോലെ തന്നെ അസൂയാലുക്കൾ നമുക്കില്ലാതിരിക്കാൻ, നമുക്ക് നേരെ വരുന്ന അസൂയാലുക്കൾ, ഹസദ് വെച്ച് നടക്കുന്നവരുടെ ഹസദിൽ നിന്ന്, ഹാസിദീങ്ങളുടെ ഹസദിൽ നമുക്ക് സേഫ് ലഭിക്കാൻ, രക്ഷ ലഭിക്കാൻ, മോചനം ലഭിക്കാൻ, അവർക്ക് നമ്മോടൊരു അസൂയ തോന്നാതിരിക്കാൻ ഒരു പരിഹാര മാർഗവും കൂടെ പറയുന്നു. ആദ്യം കണ്ണേർ ഏൽക്കാതിരിക്കാൻ ദിവസേന പതിവാക്കാൻ മഹാന്മാർ കൽപ്പിച്ച അതിമഹത്തായ രണ്ട് ആയത്തുകൾ ബിസ്മിയോടുകൂടെ ഓതണം. ഈ രണ്ട് ആയത്തുകൾ ദിവസവും പതിവാക്കാൻ കഴിയും. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഒരായത്ത്. അതേപോലെ തന്നെ കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന ഈ രണ്ട് ആയത്തും ബിസ്മിയോടുകൂടെ ദിവസവും പതിവാക്കണം. നിങ്ങൾക്ക് എത്ര സാധിക്കുന്നു അത്രയും നിങ്ങൾ പതിവാക്കണം. ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 3 തവണ വീതം പതിവാക്കിയാലും നല്ലതാണ്. അതേപോലെ തന്നെ അസൂയാലുക്കൾ, ഹാസിദികൾ നമുക്കില്ലാതിരിക്കാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ, യാ മുദില്ലു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ മഹത്വമേറിയ ഈ നാമത്തെ 75 പ്രാവശ്യം ചൊല്ലണം. അവസാനമായി 75 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം യാ മുദില്ലു കുല്ലു ജബ്ബാരിൻ ബിഖഹ്റിൻ അസീസിൻ സുൽത്താനിഹി എന്ന ദിക്റും കൂടെ അവസാനം ഒരു തവണ വീതവും ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ, അങ്ങനെ ദിവസവും ഈ പറഞ്ഞ ഒരു ദിക്ർ ദിവസവും പതിവാക്കി വന്നാൽ അദ്ദേഹത്തിന് ഒരു ഹാസിദീങ്ങളുടെ ഹസദും ഏൽക്കുകയില്ല. അത്രയും മഹത്വമാണ് ഈ ദിക്റിന്റെ മഹത്വം. അതുകൊണ്ട് എല്ലാവരും പതിവാക്കണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവിധ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും ഐനിങ്ങളുടെ ഐനിൽ നിന്നും അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.